ക്രിസ്തുവാകുന്ന അടയാളത്തിന്മേൽ സമ്പൂർണ്ണ സമർപ്പണം നടത്തിയിട്ടുള്ള ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഫരിസയർ കർത്താവിനോട് അടയാളം ആവശ്യപ്പെടുന്നു. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 3 കാര്യങ്ങളാണ് ഈ സുവിശേഷത്തിൽ പരമപ്രധാനമായി സംഭവിക്കുന്നത്. ഫരിസയരുടെ അടയാള ചോദ്യത്തിൽ 3 കാര്യങ്ങൾ ഇവയൊക്കെയാണ്. 1. യേശുനാഥൻ ആഴത്തിൽ നെടുവീർപ്പെട്ടു. 2. കർത്താവ് പറഞ്ഞു, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്തിനാണ്? 3. ഈ തലമുറയ്ക്ക് ഒരു അടയാളവും നൽകപ്പെടുകയില്ല. ഒന്നാമതായി പ്രലോഭനമാണ്. മർക്കോസിന്റെ വീക്ഷണത്തിൽ സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെടുന്നത് പ്രകൃത്യാതീതവും പ്രത്യക്ഷത്തിൽ അതിശയകരവുമായ ഒരു പ്രലോഭനമായിരുന്നു. ക്രിസ്തു അടയാളം നൽകാൻ വിസമ്മതിച്ചു. കാരണം ക്രിസ്തു തന്നെയായിരുന്നു യഥാർത്ഥ അടയാളം. യേശുവിൻ്റെ മനസ്സിൽ അവൻ ചെയ്ത പ്രവൃത്തികളും അവൻ അവർക്ക് നൽകിയ വ്യാഖ്യാനങ്ങളും ചരിത്രത്തിൽ ദൈവരാജ്യത്തിൻ്റെ ഇടപെടലിൻ്റെ മതിയായ തെളിവുകളുമായിരുന്നു അടയാളത്തിന് നിദാനമായി നിലകൊണ്ടത്. ക്രിസ്തു ചെയ്ത പ്രവൃത്തികളിലുള്ള ശക്തിയും സത്യവും ധ്യാനിക്കുമ്പോൾ മാത്രമേ ക്രിസ്തുവാകുന്ന അടയാളത്തെ നിങ്ങൾക്ക് ബോധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തു പ്രവർത്തിച്ചതിലും ക്രിസ്തു പറഞ്ഞതിലും അധികമായി നീ അന്വേഷിക്കുന്ന അടയാളത്തിൻ്റെ പേരാണ് വ്യർത്ഥമായ അടയാളം, അഥവാ ആ അടയാള അന്വേഷണമാണ് ആത്മീയ പ്രലോഭനവും. 2. ക്രിസ്തുവിൻ്റെ മറുപടി. ക്രിസ്തു അവർക്ക് അടയാളം നൽകാതിരുന്നത് എന്ന പ്രയോഗം തെറ്റാണെങ്കിലും അവർ പറഞ്ഞതിന് അവൻ മറുപടി പറയുകയല്ല ചെയ്യുന്നത്. അതിനുള്ള യഥാർത്ഥ മറുപടി ക്രിസ്തുവിൻ്റെ നെടുവീർപ്പായിരുന്നു. 2 കാര്യങ്ങളാണ് അതിന് നിദാനം. 1. ആ നെടുവീർപ്പ് താൻ തന്നെയാണ് യഥാർത്ഥ അടയാളമെന്ന് അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. 2. ക്രിസ്തു സഹിക്കാനിരുന്ന കുരിശുമരണമാകുന്ന നിത്യതയുടെ അടയാളമായ തൻ്റെ പീഡാസഹനത്തെ കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ മുൻകൂട്ടിയുള്ള ധ്യാനമായിരുന്നു, അല്ലെങ്കിൽ അനുഭവമായിരുന്നു അത്. 3. അടയാളങ്ങൾക്കതീതമായ സത്യങ്ങൾ. മർക്കോസ് ലീഹ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇപ്രകാരം എഴുതി: ശിഷ്യത്വം എന്നത് സ്വർഗീയ അടയാളങ്ങളെക്കുറിച്ചല്ല. ശിഷ്യത്വം എന്നത് നിരുപാധികമായി ഗുരുവിൻ്റെ സന്നിധി ബുദ്ധിയെയും യുക്തിയെയും അടിയറവ് വച്ച് ഗുരുവിൻ്റെ ബുദ്ധിയെയും ചിന്തകളെയും ഉപാസിക്കുന്നതാണ്. അതിന് അടയാളങ്ങൾ ആവശ്യമില്ല. വിശ്വാസവും ശരണപ്പെടലുമാണ് ആവശ്യം. നൽകപ്പെടുന്ന അടയാളങ്ങൾ കാണാതെ പോകുന്നതാണ് അടയാള അന്വേഷണത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. അങ്ങനെയുള്ളവർക്ക് അടയാളങ്ങൾ നൽകിയാലും അത് അവരിൽ ദൈവ പദ്ധതി ആവുകയില്ല. കാരണം മർക്കോസ് സുവിശേഷകൻ ജനങ്ങളിലുള്ള സ്വാതന്ത്ര്യത്തിലൂടെ ദൈവത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാൻ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ അടയാളങ്ങളിലൂടെയല്ല, നിങ്ങളിലുള്ള ആത്മീയ സ്വാതന്ത്ര്യത്തിലൂടെ നിങ്ങൾ വിശ്വാസത്താൽ ക്രിസ്തുവിനെ ബോധ്യപ്പെട്ട് സ്വന്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു അടയാളങ്ങൾ നിരാകരിക്കുവാനുള്ള കാരണം. ശേഷം അവൻ വഞ്ചിയിൽ കയറി വിജനതയിലേക്ക് പോയി എന്ന് സുവിശേഷം പറയും. കർത്താവ് നമ്മോട് പറയാതെ പറയുന്നത്, നീ അന്വേഷിക്കേണ്ട അടയാളം അത് ഞാൻ തന്നെയാണ്. അത് നിനക്ക് സ്വന്തമാകണമെങ്കിൽ നീയും ഇതുപോലെ വിജനതയിലേക്ക് യാത്ര ചെയ്ത് എന്നോടൊപ്പം തപസ്സിരിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിനോടൊപ്പം ധ്യാനമായി തപസ്സായി നിലകൊണ്ട് അടയാളങ്ങളെ ബോധ്യപ്പെടാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കാവിനെപ്പോലൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ പർവ്വതനിരകൾ താണ്ടി ഞാൻ പറന്നെങ്കിൽ. കാവിനെപ്പോലൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ പർവ്വതനിരകൾ താണ്ടി ഞാൻ പറന്നെങ്കിൽ. പ്രിയൻ പൊന്മുഖം ആശയോ
പ്രാവിനെ പോലൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ പർവ്വതനിരകൾ താണ്ടി ഞാൻ പറന്നെങ്കിൽ. പ്രാവിനെ പോലൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ പർവ്വതനിരകൾ താണ്ടി ഞാൻ പറന്നെങ്കിൽ. പ്രിയൻ പൊന്മുഖം ആശയോടെ കാണുവാൻ പറന്നു പോകും പറന്നു പോകും പറന്നു പറന്നു പോകും ഞാൻ. ശൗലിൻ ശരം പോലൊളിയമ്പൊരുക്കി ശൗര്യം തീർക്കാനൊരുങ്ങുന്നവരും അലറിയടുക്കും ബാലസിംഹങ്ങളും ഇടറി വീഴ്ത്താൻ തുടങ്ങുന്നവരും മതിയാകുവോളം പ്രിയൻ കൂടിരിപ്പാൻ കൊതിയായരികിൽ വരുവാൻ. പ്രാവിനെ പോലൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ